17 ദിവസം 7 പേര്, ഏകദേശം 4000 കിലോമീറ്റർ. ന്യൂസിലൻഡിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ 7 പേർക്കും കംഫർട്ടബിളായി പോകാൻ വേണ്ടി ഞങ്ങളൊരു വാൻ റെൻറ്റിനെടുത്തു. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ പൊതുവെ വാനിലുള്ള യാത്ര ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഈ വാനിൻ്റെ വലിപ്പം കൊണ്ട് ചില സമയങ്ങളിൽ കരഞ്ഞുപോയ അവസ്ഥയും വന്നിട്ടുണ്ട്. എല്ലാം വഴിയെ നമുക്ക് കാണാം. അങ്ങനെ കീയും വാങ്ങി വണ്ടിയും എടുത്ത് ആളെയും കയറ്റി സാധനം നിറച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ 200 കിലോമീറ്റർ കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യത്തെ ബ്രേക്ക് എടുത്തു. ഞാൻ ഈ യാത്രയെപ്പറ്റി ബ്രീഫായിട്ടൊന്ന് പറയാം. ഞാനും അഫിയും ന്യൂസിലൻഡിലെ ഹാമിൽട്ടണിൽ നിന്നും, അഫിയുടെ സിസ്റ്ററും ഹസ്ബൻഡും അവരുടെ കുഞ്ഞും ഓസ്ട്രേലിയയിൽ നിന്നും, അഫിയുടെ പാരൻസ് കേരളത്തിൽ നിന്നും, അങ്ങനെ ഒരു ഫാമിലി റിയൂണിയൻ പോലെ പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ ഈ ട്രിപ്പ്. ഈ കാണുന്ന വഴിയെല്ലാം യാത്ര ചെയ്ത് നമ്മൾ നോർത്ത് ഐലൻഡിൻ്റെ എൻഡിലെത്തും. അതാണ് ന്യൂസിലൻഡിൻ്റെ ക്യാപിറ്റലായ വെല്ലിംഗ്ടൺ. അവിടെ നിന്ന് നമ്മുടെ വാൻ വലിയൊരു ഫെറിയിൽ കയറ്റി കടൽ കടന്ന് സൗത്ത് ഐലൻഡിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ വെല്ലിംഗ്ടൺ എത്തി. ബുക്ക് ചെയ്ത സ്റ്റേയിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങൾക്ക് ഫെറി. അപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്ത് ഫെറി പോയി കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഈ പ്ലാൻ ഒന്നും നാളെ നടക്കാൻ പോകുന്നില്ലെന്നറിയാതെ ഞങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ അലാം അടിച്ചതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു മെയിലും കൂടെ വന്നു. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം തൽക്കാലം ഫെറി കയറാൻ ഇങ്ങോട്ട് വരണ്ടെന്നാണ് അവരത് പറഞ്ഞത്. കൃത്യമായിട്ടൊരു സമയം അവർ പറയാത്തത് കൊണ്ടും 10 മണിക്ക് തന്നെ സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത് കൊണ്ടും ഞങ്ങൾ എല്ലാവരും വെല്ലിംഗ്ടൺ സിറ്റിയിലൂടെ തെണ്ടി തിരിഞ്ഞു നടന്നു. ഇപ്പം ഞങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ഡിലേ ആയി ഫെറിയിൽ പോയി കയറി 3 മണിക്കൂർ ഫെറി യാത്രയും ചെയ്ത് 3 മണിക്കൂർ റോഡ് ട്രാവലും ചെയ്ത് ചെന്ന് കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് ഞങ്ങൾ തിമിംഗലത്തെ കാണാൻ പോകാൻ ബുക്കും ചെയ്തിട്ടുണ്ട്. ഡിലേ ആയി മിക്കവാറും ഞങ്ങൾക്കത് മിസ്സാവും. കുറേ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. പിന്നെ അവസാനം കുഞ്ഞിനെ കളിക്കാമെന്ന് കരുതി ഞങ്ങൾ ടൈം സോണിൽ കയറി. പക്ഷെ ടൈം സോണിൽ കയറി കഴിഞ്ഞിട്ട് കുഞ്ഞ് മാത്രമല്ല ബാക്കി എല്ലാവരും ആക്റ്റീവായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഫെറിയുടെ ടൈമിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നു. 7 മണിക്ക് പുറപ്പെടുവെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഫെറി കയറാനെത്തി. വലിയ ട്രക്കുകൾക്കും കാരവാനിനും പാസഞ്ചേഴ്സിനും കാറിനും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫെറിയാണിത്. ബ്ലൂ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫെറിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അവരുടെ കയ്യിലുള്ള 2 ഫെറിയിൽ ഒരെണ്ണമാണ് ഈ കിടക്കുന്നത്. ഇതിന്റെ പേരാണ് ബ്ലൂ ബ്രിഡ്ജ് കൊനമേര. പക്ഷെ ഞങ്ങൾ പോകുന്ന ഇതിലല്ല, ഞങ്ങൾ പോകുന്നത് ബ്ലൂ ബ്രിഡ്ജ് ലിവിയയിലാണ്. അത് ഇതുവരെ പോർട്ടിൽ എത്തിയിട്ടില്ല. അപ്പൊ നമുക്കിന്ന് ഡിലേ വരാനുള്ള കാരണം എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കൊനമേര 2-3 ദിവസമായി ഓടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പോകുന്നവരെയും കൂടെ ഞങ്ങൾ പോകുന്നതിൽ കുത്തിക്കയറ്റി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ചു വരാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് കൊനമേരയാണ്. എന്ന് വെച്ചാൽ അപ്പോഴേക്കും കൊനമേര ശരിയായില്ലെങ്കിൽ തിരിച്ചുള്ള വരവ് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന ലിവിയ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. 156 മീറ്റർ നീളമുള്ള 500-ന് മേലെ പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 100 കണക്കിന് വണ്ടികൾ കയറ്റാൻ പറ്റുന്ന ഒരു വലിയ വെസലാണിത്. അങ്ങനെ ഫെറി കയറാൻ 1-2 മണിക്കൂർ ക്യൂ നിന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ക്യൂ മൂവ് ചെയ്ത് തുടങ്ങി. വളരെ നീണ്ട ഒരു ക്യൂ ആണ്. അവർ ഡയറക്റ്റ് ചെയ്യുന്ന വഴി കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോയി. ഡിലേ ആയിരുന്നെങ്കിലും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. ഇത്രയധികം വണ്ടികളും ആളുകളും ഉണ്ടെങ്കിൽ പോലും വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് അവർ നമ്മളെ പാർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, വലിയ ട്രക്കൊക്കെ ഓൾറെഡി അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ഡയറക്റ്റ് ചെയ്ത വഴി കൂടെ കൃത്യമായി വണ്ടി ഓടിച്ച് ഞങ്ങൾ പോയി പാർക്ക് ചെയ്തു. യാത്രയുടെ സമയം നമ്മൾ കൊണ്ടുവന്ന വണ്ടിയിലിരിക്കാൻ അവർ നമ്മളെ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ വാനൊക്കെ ലോക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് പാസഞ്ചർ ഡെക്കിലോട്ട് പോയി. എല്ലാവരും ഇത്രയും വലിയ ഫെറിയിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റും തിയേറ്ററും കോഫി ഷോപ്പും പിന്നെ റിക്ലൈനർ ചെയർസും ഇതെല്ലാം ഈ ഫെറിക്കകത്തുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നുകൊണ്ട് തന്നെ ഡെക്കിലൊന്ന് കയറി ജസ്റ്റ് കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് ഞങ്ങൾ നേരെ തിയേറ്ററിൽ പോയി ഒരു സിനിമയും കണ്ട് കിടന്നുറങ്ങി. പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടാണ് ഞങ്ങൾ എണീക്കുന്നത്. എണീറ്റ് നോക്കുമ്പോഴോ ആ ഡെക്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവനവൻ്റെ വണ്ടിയിൽ കയറിയിരുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങളും പിന്നെ എണീറ്റ് ഒന്ന് ഫ്രഷായി നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോയി. ഇവരെത്രത്തോളം ഓർഗനൈസ്ഡ് ആണെന്ന് ഇവരുടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു വണ്ടിയും എവിടെയും ജാം ആവാതെ വളരെ ഈസി ആൻഡ് സ്മൂത്തായിട്ട് അവർ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പം സമയം 11 മണി. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങളുടെ സ്റ്റേയിലോട്ട്.
ഏകദേശം ഒരു 2-2:30 ഞങ്ങൾ സ്റ്റേയിലെത്തി. കിടന്നുറങ്ങാനൊന്നും അധികം സമയം കിട്ടിയില്ലെങ്കിലും ഉള്ള സമയത്ത് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് കിടന്നു. രാവിലെ 6:30 എണീറ്റ് 7:45 ആകുമ്പോൾ ഞങ്ങൾക്ക് വെയിൽ വാച്ചിനെത്തണം. അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ടും ചെയ്ത് തിമിംഗലത്തിനെ കാണാനുള്ള ബോർഡിംഗ് സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ ഇറങ്ങിയ സമയത്തായിരുന്നു സൺറൈസ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൈക്കോറ. നമ്മൾ ഈ കൈക്കോറയിൽ സ്റ്റേ പ്ലാൻ ചെയ്തത് തന്നെ ഈ വെയിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെയിൽ വാച്ച് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്ത വെസലിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് സീ ഭയങ്കര റഫാണെന്നും 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇന്ന് ബോർഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്നും റിസപ്ഷൻ ഞങ്ങളോട് പറഞ്ഞു. സീസിക്കിൻ്റെ മെഡിസിൻ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഞങ്ങളോട് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് വാങ്ങി എല്ലാവരും 2 എണ്ണം വീതം കഴിച്ചു. ആ മെഡിസിൻ വാങ്ങാൻ ഞങ്ങൾ ഏകദേശം $50 മുടക്കി. ഇത് അവരുടെ ഒരു ബിസിനസ് ഐഡിയ ആണോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇവരുടെ ഓഫീസിൽ നിന്ന് ഒരു ബസ് കയറിയാണ് നമ്മൾ ഷിപ്പ് ബോർഡ് ചെയ്യാൻ കൊണ്ടുവന്നത്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറി. അങ്ങനെ 10 മിനിറ്റോളം യാത്ര ചെയ്ത് നമ്മൾ ഷിപ്പ് ബോർഡ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഈ കാണുന്ന വെസലിലാണ് നമ്മൾ വെയിൽ എൻകൗണ്ടറിന് പോകുന്നത്. രണ്ട് നിലയിലായിട്ട് വെസലിന് ചുറ്റും വ്യൂയിങ് ഡെക്കുണ്ട്. നടുക്ക് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള ക്യാബിനും. ഈ വെസലിൻ്റെ പ്രൊപ്പല്ലർ ബ്ലേഡൊന്നും പുറത്ത് കാണാത്ത രീതിയിലും അണ്ടർ വാട്ടർ നോയ്സ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലുമാണ് അവർ ഈ വെസൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ജീവികളെ അടുത്തുപോയി കാണാൻ വേണ്ടിയിട്ടാണ് അവരിതുപോലെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെസൽ സ്റ്റാർട്ട് ചെയ്ത് കടലിലേക്ക് പോയി തുടങ്ങി. എന്തോ സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ചാണ് അവർ വെയിലിനെ സ്പോട്ട് ചെയ്യുന്നത്. കുറേ ദൂരം വെസൽ ഓടിച്ചു പോയി അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. കുറച്ചു നേരം അവിടെ നിർത്തിയിട്ട ശേഷം ക്യാപ്റ്റൻ ഇറങ്ങി വന്ന് കയ്യിലിരിക്കുന്ന ഹൈഡ്രോഫോൺ വെള്ളത്തിലേക്ക് ഇട്ടു. ഹൈഡ്രോഫോൺ എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ മൈക്രോഫോൺ എന്നാണ് അർത്ഥം. വെയിൽസ് ഉണ്ടാക്കുന്ന സൗണ്ട് ഈ മൈക്രോഫോൺ വെച്ച് പിടിച്ച് അവയുടെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ അവയെ ലൊക്കേറ്റ് ചെയ്ത ശേഷം അങ്ങോട്ടേക്ക് വെസൽ ഓടിച്ചു പോകും. അങ്ങനെ വെസൽ ഓടിച്ചു പോയി നമ്മൾ ആദ്യത്തെ വെയിലിനെ സ്പോട്ട് ചെയ്തു. നമ്മൾ അതിനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തു. നമ്മളൊക്കെ സ്ഥിരം വെയിലിങ്ങനെ വാല് മുക്കി കാണിക്കുന്നത് കാണാറില്ലേ? അങ്ങനെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ആ തിമിംഗൽ അതിൻ്റെ വാല് കാണിച്ച് ഡീപ്പ് ഡൈവ് ചെയ്ത് താഴോട്ട് പോയി. ആ വെയിൽ പോയപ്പോൾ തന്നെ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു വേറൊരു വെയിലിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ബോണസായിട്ട് 100 കണക്കിന് ഡോൾഫിൻസിനെ നമുക്ക് കാണാൻ പറ്റി. ഈ ഡോൾഫിൻസിനെ കണ്ടത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അക്വാട്ടിക് സെൻറ്ററിൽ പോയി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോൾഫിൻസിനെ കാണുന്നതിന് പകരം അവർ ജീവിക്കുന്ന അവരുടെ ഹാബിറ്റാറ്റിൽ പോയി കണ്ടതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോൾഫിൻ ഞങ്ങളുടെ മുന്നിൽ വന്ന് ഒരു ഷോ സ്റ്റോപ്പിംഗ് അക്രോബാറ്റിക്സ് തന്നെ നടത്തി. ഈ കാഴ്ചകളൊക്കെ ഡെക്കിൽ നിന്ന് ഞങ്ങൾ നല്ലതുപോലെ ആസ്വദിച്ചു. വളരെ നല്ല വെതർ ആയതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് ആസ്വദിക്കാനും പറ്റി. മോഷൻ സിക്നെസ് കാരണം ചില ആൾക്കാരൊക്കെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഈ കാഴ്ചയൊക്കെ കാരണം ക്യാബിൻ്റെ അകത്തിരിക്കാനേ തോന്നിയില്ല. അങ്ങനെ ഡോൾഫിനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത്തെ വെയിലിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ വെയിലിൻ്റെ അടുത്തെത്തി. വാലിട്ടടിക്കുന്ന ഷോ ഒന്നും ഇത് കാണിച്ചില്ലെങ്കിലും ഒരുപാട് നേരം ഞങ്ങൾ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്തു. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല ക്ലോസ് ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ബസ്സിലേക്ക് തിരിച്ച് കയറി. ഞങ്ങൾ ബോർഡ് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ ഞങ്ങളെ തിരികെ കൊണ്ടുവിട്ടു. ഇവിടുന്ന് നമ്മളിനി പോകുന്നത് ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ്. ക്രൈസ്റ്റ് ചർച്ചിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാമിലുള്ള യാത്രയും
അന്റാർട്ടിക്കയിലുള്ള -डिग्री തണുപ്പിൽ പോയതും അന്റാർട്ടിക്കയിൽ ഓടുന്ന ഹാഗ്ലൻഡിൽ കയറിയതും കോല് കൊത്തി തുഴയുന്ന തോണിയിൽ കയറിയതും പിന്നെ ഒരു അടിപൊളി ഷവർമ സ്പോട്ട് കണ്ടെത്തിയതും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.